എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന കാണിക്കുന്നത്. ഞാനിപ്പോൾ അതിനുവേണ്ടി ഇവിടെ ചിക്കൻ തൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 8-10 പീസ് ചിക്കൻ്റെ തൈസ് ഉണ്ട്. ഇപ്പോൾ സ്കിന്നോട് കൂടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ സ്കിന്നോട് കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേറെ എണ്ണയൊന്നും ഒഴിക്കാൻ വേണ്ട സ്കിൻ വെക്കുവാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ സ്കിൻ വെച്ചാണ് ചെയ്യുന്നത്. നമുക്കിതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ 1-2 ഒക്കെ ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. നമുക്കിതെല്ലാം ഒന്ന് ശരിക്കും വരയാം. ഇപ്പോൾ ചിക്കനെല്ലാം ഞാനിവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 വര വെച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ് വേണം. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1/2 ടീസ്പൂൺ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ്. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്പൂൺ തൈരും കൂടെ വേണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ കഷ്ണത്തിലും നന്നായിട്ട് ഇതെല്ലാം പിടിക്കുന്ന പോലെ സ്ലിറ്റ് ചെയ്തതിനകത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്കിതൊരു മൂടി ഒരു 3 മണിക്കൂർ എങ്കിലും വെക്കണം. എത്ര നേരം നമ്മൾ വെക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പക്ഷെ ഫ്രിഡ്ജിൽ വെക്കണം. നമുക്കിനി പാത്രം മൂടി നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. ഫ്രീസറിലല്ല, താഴെ വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഇത് ഉണ്ടാക്കാം. എല്ലാം നിരത്തി തന്നെ വെക്കണം. ഇതിനകത്തേക്ക് ഇങ്ങനെ നിരത്തി വെക്കണം. എന്നിട്ട് നമുക്കിത് എയർഫ്രയറിലേക്ക് വെച്ച് 10 മിനിറ്റ്, ഒരു സൈഡ് 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് മറിച്ചിടണം. ഇതിപ്പം 180 ഡിഗ്രിയിലാണ് വെക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി അത് ഒന്ന് മറിച്ചിടണം. നമുക്കിത് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. ഇനി ഈ കൂടെ തന്നെ ഞാൻ ഇത്രയും വെജിറ്റബിളും കൂടി ഇടുവാണ്. ഇത് തക്കാളിക്കായും ക്യാരറ്റും സബോളയും പച്ചമുളകും കൂടെ, അതും കൂടെ ഈ കൂടെ തന്നെ ഇതിൻ്റെ തന്നെ നെയ്യിൽ കിടന്ന് ആയിക്കോളും. ഇനി നമുക്കിത് 10 മിനിറ്റ് കൂടെ കൂടി ഇനിയും വയ്ക്കണം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്തതാകും. ഇപ്പൊ നമ്മൾ ചിക്കൻ വെച്ചിട്ട് മറിച്ചിട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഇത് എടുത്ത് നോക്കാം. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഫോയിൽ പേപ്പർ ചെയ്ത് കവർ ചെയ്ത് വെക്കണം. അങ്ങനെയാകുമ്പോൾ സ്റ്റീമൊക്കെ ചിക്കൻ അബ്സോർവ് ചെയ്ത് നല്ല സോഫ്റ്റ് ആകും ചിക്കൻ. അപ്പോൾ ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ എയർ ഫ്രൈ ചെയ്ത ചിക്കൻ ഗ്രില്ല് ഇവിടെ റെഡിയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഡിപ്പ് ഉണ്ടാക്കി ഉപ്പിലിട്ട മുളകും ഒലിവും വെളുത്തുള്ളിയും ഒലിവ് ഓയിലും കൂടി അരച്ചതാണ്. ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. ഇതിനിപ്പോൾ നമ്മൾ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.